നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതാ ഫാനിട്ടിട്ടാണ് ഇപ്പം ഇരിക്കണേ. അപ്പം നമ്മുടെ കുട്ടിയാ ഞങ്ങൾ മനസ്സിലാക്കിയൊരു സമയമാണ്, ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതം ഇല്ലേ. ഇന്നലെ ശരിക്കും എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വിഷമമുള്ളൊരു ദിവസം കൂടിയായിരുന്നു ചേട്ടാ. ഇതൊരു ചെറിയ തയ്യാണ്, പക്ഷെ ഇതുമ്മേ എത്ര നന്നായിട്ട് ഉണ്ടാവണം. അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് പച്ചക്കറികൾ പൊട്ടിച്ചു. അമ്മേനെ കൊണ്ടാക്കാൻ പോയിട്ടാ. ശരിക്കും പറഞ്ഞാലേ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ആയോട്ടാ, നമുക്ക് അവിടുത്തെ പറമ്പിലേക്ക് പോകണം. അപ്പോൾ നമ്മുടെ അർബാന പഞ്ചറായിട്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചാമ്പി ഉണ്ടല്ലോ, ഇല കൊയ്യുന്ന ടൈമാണേ. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ കുറച്ച് വാരി ചാക്കിൽ വെച്ചതാ. അപ്പോൾ ഇതും കൂടിയും വാരി കൊണ്ട് പോകണ്ട്, അടിച്ചു വാരി. നമ്മുടെ ഈ ചാമ്പാമത്തെ ഇല ഉണ്ടല്ലോ, ഒരു ദിവസം കൊഴിയണ ഇലയാട്ടാ. നമ്മളിപ്പോൾ അടിച്ച് വാരി വൈകിട്ട് വരാറാകുമ്പോഴേക്ക് ഇതേപോലെ നിറച്ച് ഇല വീണ് എടുക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഈ ഇല കൊഴിയണ ഈ ഒരു ടൈം കഴിയുമ്പോഴേക്കുമ്പോൾ നോക്കിയാൽ പൂവിട്ട് തുടങ്ങി കായ ഉണ്ടാവാൻ വേണ്ടിയിട്ട് അല്ല. ഇനി പെട്ടെന്നായിരിക്കും നിറച്ച് കായകൾ വരും. ചെടിയുമേ ഈ ചവറുകളിരുന്നുണ്ടെങ്കിലേ ഇവർക്ക് ചീച്ചിൽ വരെ. കാരണം ഇപ്പോൾ ഇടയിൽ ഇടമഴ പോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പെയ്യുന്നുണ്ടല്ലോ. അപ്പം നോക്കിയേ, രണ്ട് ഭാഗത്ത് അടിച്ച് കൂട്ടിയപ്പോൾ നോക്കിയാൽ ഇത്രയും ചവറ് കിട്ടി നമുക്ക്. ചവറ് പിന്നെ നമുക്ക് കുഴപ്പമില്ല, കാരണം എത്ര ചവറ് കിട്ടിയാലും നമുക്ക് തികയാത്ത പോലെയാണ്. അപ്പോൾ അത് കാരണം പിന്നെ അതൊരു വിഷയമല്ല ചവറ് കൊഴിയാന്ന് പറയണത്. അപ്പോൾ ഇതും കൂടി ഒന്ന് ചാക്കിലൊന്ന് വാരി വെക്കട്ടെ. നമ്മൾ നോക്കി ഇത്ര ചവറുള്ളത് ഞാൻ ഒരുവിധം ഈ ചാക്കിൽ കുത്തി നിറക്കിയാട്ടാ. ചവറായ കാരണം വലിയ വെയിറ്റ് ഉണ്ടാവില്ലല്ലോ. ഇതും കൂടെ ആക്കണം. ഇപ്പം നോക്കിയേ, ഞാൻ അടിച്ച് കൂട്ടി ചവറ് എന്തോരം ഉണ്ടായിരുന്നു, അത് ഫുള്ളി ഒരു ചാക്കിൽ കൊള്ളിച്ചു കേട്ടാ. ഇതേപോലെ തന്നെയാണ് ആ ചാക്കിൽ നമ്മൾ നിറച്ച് വാരി വെച്ചിട്ടുള്ളത്. ഇന്ന് 2 ട്രിപ്പ് നടക്കേണ്ടി വരും, കാരണം നമ്മുടെ അർബാന പറ്റില്ലല്ലോ. അപ്പോൾ ആദ്യം ഇതങ്ങോട്ട് കൊണ്ടുവച്ചിട്ട് പിന്നെ ഒരു വട്ടോടി വന്ന് കൊണ്ടുപോവാം. പിന്നെ നോക്കിയേ, നമ്മുടെ റോട്ടിൽ ഇതാ മെറ്റലടിച്ചു വിട്ടാ, ബേബി മെറ്റൽ. നമ്മളെല്ലാ കൊല്ലങ്ങളും അടിക്കുന്നത് തന്നെയാണ്. പക്ഷേ ആ ഒരു എന്താ പറയുക, മഴക്കാലമൊക്കെ കഴിയുമ്പോഴേക്ക് വീണ്ടും വെള്ളത്തിൻ്റെ ഒഴുക്കും പിന്നെ വണ്ടിയുടെ പോയിട്ടൊക്കെ ആയിട്ട് 2 സൈഡിലേക്ക് മെറ്റലേക്ക് നീങ്ങിയിട്ട് കൊണ്ടുപോലെ ആവണതാണ്. നമ്മുടെ ചെണ്ടുമല്ലിയും എല്ലാത്തിനും പൂവായിട്ടാ നല്ല ഭംഗിയുണ്ട് കാണപ്പോൾ. ഇനി വീഴാണ്ടിരിക്കാൻ വേണ്ടി അവരുടെ വടിയും കൂടിയും കുത്തി കൊടുക്കണം. ഇതിവിടെ ഇരിക്കട്ടെ, നമുക്ക് മറ്റേ ചാക്കും കൂടി എടുത്തിട്ട് വരണം. ടൈസും കൂട്ട എൻ്റെ മുറത്തിന് കാവലിരിക്കുക. നമുക്ക് ഇത്തിരി പച്ചക്കറിക്കും പൊട്ടിക്കളയാൻ എൻ്റെ മുറം, പിന്നെ കുറച്ച് ചൂടിക്കയറിൻ്റെയൊക്കെ ആവശ്യമില്ല, അതൊക്കെ വെച്ച് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോക്കി ടൈസും കൂട്ടി ഇരിക്കണേ. അച്ചടാടി ഇന്നോട്ടാ എലിക്കുട്ടിയെ.
പേളിക്കുട്ടി പിന്നെ ഇങ്ങനെ കിടന്ന് അങ്ങോട്ട് ഇങ്ങനെ കിടന്ന് പാഞ്ഞ് നടക്കവള് ഇവിടെ വന്നു കഴിഞ്ഞാൽ. നമ്മുടെ മുളകിൻ്റെ കടക്കിലാണ് നമ്മൾ ചവറിടുന്നത്. നമ്മൾ എപ്പോഴും കാണിക്കാറില്ലേ മുളകിൻ്റെ കടക്കിൽ ചവറിടുന്നത്? അത് നല്ല ഒരു വളാട്ടാ ചവറും. അതിൻ്റെ ചവറിട്ട് കഴിഞ്ഞാൽ മുകളിൽ കുറച്ച് മണ്ണിട്ട് കൊടുക്കല്. കണ്ടോ നമ്മുടെ ഈ മുളക്? നമ്മുടെ കൊണ്ടാട്ട മുളക് ഇട്ടാ, തൈര് കൊണ്ടാട്ടമൊക്കെ ഉണ്ടാക്കുന്ന മുളകാണിത്. അപ്പോൾ ഇതിൻ്റെ കടക്കിൽ കുറച്ച് ഇടണം. പിന്നെ അവിടെ നീങ്ങിയിട്ട് കുറച്ച് തൈകൾ പുതിയതൊക്കെ വലുതായി വരിക അവർക്കൊക്കെ ഇടണം. കുറേ ചവറുണ്ട്. ഒരുവിധം എല്ലാത്തിൻ്റെ കടക്കിലിടാനുള്ള ചവറുണ്ട് നമുക്ക് ഈ പ്രാവശ്യം. നോക്കി നമ്മൾ ഇതേപോലെ എല്ലാത്തിൻ്റെ കടക്കിലേക്ക് ചവറിട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇതിന് മുകളിൽ ചെറുതായിട്ടൊരു മണ്ണ് കൂടി ഇട്ട് കൊടുക്കും. ഇനിയിപ്പോൾ ഇതേപോലെ തന്നെ അവിടെ കുറച്ച് പുതിയ മുളക് എന്തെങ്കിലും വെച്ചിട്ടുണ്ട് ഞാൻ അവിടേക്ക് ഇപ്പോൾ. അപ്പോൾ നോക്കി ഒരു ചാക്കിൽ ചവറെന്ന് പറഞ്ഞാൽ നിസ്സാര ചവറല്ലായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ചാക്കിൽ നിറയ്ക്കുന്നത് ഞാൻ കാണിച്ചില്ല. ഇതിന് മുന്നേ നിറച്ച് വെച്ചിട്ടായിരുന്നാ. ഇത്രയും ചവറയിൽ ഇട്ടു ഇപ്പോൾ നമ്മൾ. ഞാൻ അവിടെ ഇട്ടെ. പേളിക്കുട്ടി നോക്കിയേ, അവളുടെ ഒരു കളി ഒരു പ്രത്യേകത തന്നെയാണ്. ചേട്ടനെ അവിടുത്തെ പുല്ലൊക്കെ ചെത്തിയിട്ടുണ്ടായിരുന്നല്ലോ, അപ്പം അതിൻ്റെ ഉള്ളിലെ കളി. ഇതൊക്കെ കണ്ട ചീര തൈകൾ മുളയ്ക്കണേ. മറ്റേ ചാക്കൂടി എടുത്തിട്ട് മറ്റേട്ടാ. പച്ചമുളകിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചവറ് അതേപോലെ കോഴിക്കാട്ടം മതിയിട്ടാ ഉണ്ടാവാനായിട്ട്. വേറെ പ്രത്യേകിച്ച് വളത്തിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പം നോക്കിയേ, നമുക്ക് എത്ര ചവറ് കിട്ടിയാലും ഞാൻ പറഞ്ഞില്ലേ നമുക്ക് മതിയാവില്ലാന്ന്. ആ മുളകിൻ്റെ കടക്കിലും ഇവിടെ ഇട്ടപ്പോൾ തന്നെ നമ്മുടെ കുളന്ന ചവറ് കഴിയും. എന്തോരം ചവറായിരുന്നു. പിന്നെ ഒരു കാര്യമായിട്ട് അതിൻ്റെ അമ്മ പോവും. ശരിക്കും പറഞ്ഞാൽ അതൊരു അമ്മ പോവാന്ന് പറയുമ്പോഴത്തെ ഒരു വിഷമം. നമുക്ക് പോവാതിരിക്കാൻ പറ്റില്ല. ഇടയ്ക്ക് വരും ചെന്നല്ലേ അമ്മ. അപ്പോൾ ഇത് അമ്മ പോകും. പിന്നെ അത് മാത്രമല്ല ഇന്നലെ ശരിക്കും എന്താ പറയുക, ഞങ്ങളുടെ ജീവിതത്തിൽ ഭയങ്കര വിഷമമുള്ളൊരു ദിവസം കൂടിയായിരുന്നു. വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയ്ക്ക് വിഷമം നമുക്ക് ഉണ്ടാവുമോ എന്ന് മനസ്സിലാക്കിയ നിമിഷമായിരുന്നു കേട്ടോ ഇന്നലത്തെ ഒരു ദിവസം. അപ്പോൾ ഞാനത് എന്തായാലും നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ പൊട്ടിക്കാണ്ട് അതൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലെത്തിയിട്ട് ഞാനത് പറയാട്ടാ, പൊട്ടിച്ചെടുക്കാം. വേറെ ഒന്നും ചെയ്യാൻ നിൽക്കില്ല, പണികളായിട്ടൊന്നും ചെയ്യാൻ നിൽക്കില്ല ഇവിടെ. കാരണം ഒന്നാമത് അമ്മ പോവാണ്. അപ്പോൾ എന്തായാലും വേഗം ഇവിടുത്തെ കഴിഞ്ഞ് അങ്ങോട്ട് പോവാം. ഇനി നമുക്ക് നമ്മുടെ നിത്യവൈദ്യനിക പൊട്ടിച്ചെടുക്കാം കേട്ടോ. നിത്യവൈദ്യനികനെ കുറിച്ച് ഇനി പറയണ്ടല്ലോ, ദിവസം പൊട്ടിക്കണമെന്ന് ഞാൻ പറയാറില്ലേ. അപ്പം അതേപോലെ തന്നെ ഇന്ന് നമുക്ക് കുറച്ച് പൊട്ടിച്ചെടുക്കാം. ഒരു സ്ഥലത്ത് തന്നെ നിന്ന് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവിടെ നീങ്ങണ്ട, അത്രയും പൊട്ടിക്കാനുണ്ട്.
നല്ലൊരു മഴക്കാറ് ഉണ്ടല്ലോ. ഇരുട്ട് പിടിച്ചോണോ കണ്ടോ? അങ്ങോട്ട് നോക്കി എന്തൊരു ഇരുട്ടാ. കാർമേ ഇരുട്ട് പിടിച്ച് അല്ലേ? നല്ല മഴ പെയ്യും തോന്നുന്നുണ്ട് കണ്ടിട്ട്. അപ്പോൾ നോക്കിയേ, ഇവിടുന്ന് നമ്മൾ ഇത്രയും നിത്യവൈദ്യം പൊട്ടിച്ചു കൊടുത്തു. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ ചതുരപ്പയർ നിത്യവൈദ്യം പൊട്ടിക്കാൻ. ഇനി അത് പൊട്ടിക്കാം. നമ്മുടെ ചതുരപ്പയർ. അപ്പോൾ അത് പൊട്ടിച്ചെടുക്കാം. ചതുരപ്പയറിൻ്റെ ഒരു കുഴപ്പം പറ്റി. ഷായട്ടിനെ പുല്ല് ചെത്തിയപ്പോൾ അറിയാണ്ട് ചതുരപ്പയറിൻ്റെ ഒരു വള്ളിമ, കടയമല്ല കേട്ടോ, വള്ളിമയാണ്. കാരണം കടയുടെ ഭാഗത്ത് നിന്ന് കുറേ വള്ളികൾ പടരും. അങ്ങനത്തെ ഒരു വള്ളിമ കൈക്കോട്ടിൻ്റെ കള കൊണ്ടു. അപ്പോൾ ആ ഒരു വള്ളിയാട്ടോ അതിൽ ഉണങ്ങി നിൽക്കുന്നത്. ബാക്കി എന്താ പറയുക, ഇതിൻ്റെ മെയിൻ കടേനെയൊന്നും ബാധിച്ചിട്ടില്ല. ആ ഒരു വള്ളി മാത്രം. പുളിയുറുമ്പാണ് ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വന്ന് പെട്ടിട്ടുള്ളത്. അതേ ഒരു പുളിയുറുമ്പിൻ്റെ കൂട് ഞാൻ പറഞ്ഞില്ലേ, പുളിയുറുമ്പ് കൂടാണ് ഇപ്പോൾ പേടിക്കേണ്ടത്. എൻ്റെ അടിയിൽ നിന്ന് വേഗം പോറ്റട്ടെ ഞാൻ. ഇനി ഇവിടെ കുറച്ചുണ്ട്, അതൊന്ന് പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പന്തലിൻ്റെ ഉള്ളിൽ നിന്ന് പോകാം. കാരണം അല്ലെങ്കിൽ എന്നെ പുളിയുറുമ്പ് പൊതിയും. ഇത് നിത്യവൈദ്യങ്ങളുടെ പോലെ തന്നെയാണ്. മൂത്ത് കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളില്ല. അപ്പോൾ ഇതും അന്നാന്ന് തന്നെ ചള്ളു നോക്കി പൊട്ടിച്ചെടുക്കണം. നോട്ടെ, അതിനെ പൊട്ടിക്കാം. കാരണം പുളിയുറുമ്പിൻ്റെ കൂടെ ഇളകിയുണ്ട്. വേദമിക്കൊക്കെ ആയി തുടങ്ങി പുളിയുറുമ്പ്. ഇത് തൊട്ടപ്പുറത്ത് തന്നെയാട്ടോ നമുക്ക് നിത്യവൈദ്യം കൂടി ഉള്ളത്. അതിന് പൊട്ടിക്കട്ടെ. അപ്പോൾ നോക്കി നമ്മൾ ഇത്രയും നിത്യവൈദ്യം പൊട്ടിച്ചെടുത്ത് ചതുരപ്പയറും എടുത്തു വിട്ടാൽ ഇനിയിപ്പോൾ എന്നിട്ടാണെങ്കിൽ നമുക്ക് പടവലങ്ങ പൊട്ടിക്കാനുണ്ട്. അതേപോലെ തന്നെ പടവലയ്ക്ക് ഒരു പന്തൽ ഇട്ട് കൊടുക്കണം. അതുകൂടി ചെയ്യാം നമുക്ക്. പിന്നെ നമ്മുടെ പടവലങ്ങ കേട്ടാ, ഇതൊരു ചെറിയ തൈയാണ്. പക്ഷെ ഇതുമ്മേ എത്ര നന്നായിട്ട് ഉണ്ടാവണം പടവലങ്ങ. ഇപ്പം നോക്കി ഇതിൻ്റെ കടക്കിലായിട്ട് കണ്ട അവിടെ. അപ്പോൾ ഇതിപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ പൊട്ടിക്കുന്നു. പക്ഷേ ഈ പടവലങ്ങയ്ക്ക് ഒരു കുഴപ്പമുണ്ട്. ഇപ്പം നമ്മൾ കണ്ട ഈ ഇലയ്ക്ക് നുള്ളി കളഞ്ഞിരിക്കുക. അതായത് ഈ മഴയും കൂടി ഇടയ്ക്ക് പെയ്യണ കാരണം കവച്ച് തെളിച്ചിട്ട് വലിയ ഗുണം കിട്ടണില്ല. അപ്പോൾ നമ്മൾ പണ്ട് ദിവസം ഇങ്ങനെ നോക്കിയിട്ട് ഓരോ ഇലയുടെ അടിയിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും കുഞ്ഞു കുഞ്ഞു പുഴുക്കളിരിക്കുന്നത്. അതെടുത്ത് കളഞ്ഞിട്ടാണ് നമ്മൾ ഈ പടവലത്തിനെ ഇത്രയും ആക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. മറ്റേ മഴ പെയ്യണില്ലെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് കവച്ച് തെളിച്ച് നിൽക്കും. അതാ നോക്കി ഇരിക്കണൊക്കെ ഒരു പുഴു കണ്ടോ? ഇതേപോലത്തെ പുഴുവാണ് അല്ലേ? നോക്കിയേ, കണ്ട പുഴു കണ്ട? ഇതേപോലത്തെ ഒരു കുഞ്ഞ് സൈസ് പുഴു. ഇതേ ഞാൻ ഈ പുഴുവിനില്ലേ ഇത് നമ്മുടെ ഇതിൻ്റെ ഇലയിൽ കാട്ടി തരാം കേട്ടാ. ഇതാ നോക്കി, ഇപ്പം ചിലപ്പോൾ കാണാൻ പറ്റും. എന്നാൽ ഇത് നമ്മുടെ നിത്യവൈദ്യങ്ങളുടെ ഇലയിലായിട്ട് പൊട്ടിച്ച് നോക്കണത്. അപ്പോൾ അതിൻ്റെ കളർ കണ്ട? ഇതേപോലത്തെ ഒരു പുഴുവായിരിക്കും. ഈ പുഴു ഒരു എന്താ പറയുക, ഒരു വൈകുന്നേരം നമുക്ക് ഒരു 10 ഇരട്ടി വലിപ്പം വരും. അത്രയും വലിയ പുഴുവായിട്ടായിരിക്കുക. അത് കാരണം നമ്മൾ ഈ പടവലത്തേമ ഞങ്ങൾ 2 നേരം ഞാനും ഷായട്ടിനെ മാറി മാറി നോക്കൂട്ടാ. അങ്ങനെ നോക്കിയിട്ടാണ് ഇതിനെ ഇതേപോലെയെങ്കിലും നമ്മൾ വളർത്തിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിനുള്ളത് ഞാൻ പൊട്ടിച്ചെടുക്കട്ടെ. അത് കാരണം തന്നെ നമുക്ക് ശ്രദ്ധിച്ചറിയാം നമ്മുടെ ഈ പടവലങ്ങയുടെ ഇതുമേ ഇല കുറവാണ്. കാരണം ഞങ്ങൾ ആ പുഴിയിരിക്കുന്ന ഇലകൾ ഇങ്ങനെ നുള്ളി കളയണ കാരണമാണ് ഇതുമേ ഇല കുറവായിട്ട് നമുക്ക് തോന്നണത്. അപ്പം ഞാൻ ഇത് പൊട്ടിച്ചെടുക്കട്ടെ. രണ്ടെണ്ണം ഒന്നോട്ടെ, ഈ 2 മതി. അപ്പോൾ ഞാൻ ഇതിനൊരു കയറ് കെട്ടി കൊടുക്കട്ടെ. കാരണം ഇതിൻ്റെ അടിയിലേക്ക് പന്തലിട്ടിട്ടില്ലേ, നമ്മളിങ്ങനെ വെറുതെ കയറ് കെട്ടി കൊടുത്ത് വെക്കുക. അപ്പോൾ 2-3 കയറും കൂടി ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ കെട്ടി കൊടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ അടിയിലേക്കായിട്ട് ചുറ്റി പിടിച്ചോളൂ. കേട് കുറയേ. ചിലപ്പോൾ ഇങ്ങനെ കൂടുതൽ ഇലകൾ തിങ്ങി നിറയുമ്പോൾ പെട്ടെന്ന് പുഴുക്കൾ നമുക്ക് നോക്കാനും ബുദ്ധിമുട്ട്, പെട്ടെന്ന് ചിലപ്പോൾ ഈ തൈ അങ്ങനെ തന്നെ നാശമായി പോകാനും സാധ്യതയുണ്ട്. കയറ് കെട്ടട്ടെ.
എന്ത് പറയുമ്പോഴും പെട്ടെന്ന് ഇലമിക്ക് നോട്ടം വരണ വല്ല പുഴിരിക്കണ്ടോന്ന്. കണ്ട ഇങ്ങനെയായിട്ട് നമ്മൾ കെട്ടി കൊടുക്കണേ. രണ്ടെണ്ണം കൂടി ഇതേപോലെ തന്നെ കെട്ടി കൊടുക്കും. ഇത് നമുക്ക് ചുറ്റി പിടിച്ചോളേ. അധിക സ്ഥലവും വേണ്ട. പന്തലാണെങ്കിൽ അത്രയും കഷ്ണം പോലെ. ഇതിപ്പോൾ അങ്ങനെ പോവില്ലേ, ഒരു അരുവശത്ത് ഇങ്ങനെ ഒതുങ്ങി കിടന്നോളേ. നല്ല മഴ പെയ്യുന്നു വിചാരിച്ചത് ഞാൻ. മഴക്കാറ് കണ്ടപ്പോൾ നോക്കി നല്ല വെയിലൊതിച്ച്. മഴക്കാറ് വരുന്നുണ്ടപ്പോൾ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടാ ചെയ്യണ കാര്യങ്ങൾക്ക്. കാരണം മഴ പെയ്യാവോ അപ്പോഴേക്കും വീടെത്താലോ എന്ന് വെച്ചിട്ട്. ഇപ്പം നോക്കി എന്ത് രസമായിട്ട് നമ്മുടെ ഒരു പന്തൽ പണി കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല കണ്ടാ. ഇനി ഇവരൊക്കെ ഇതുമിക്ക് കയറിയോളും. അത് മാത്രമല്ല കേട്ടോ, ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടും നമ്മൾ ഇതേപോലെ തന്നെ മുള വെച്ച് കൊടുക്കും. കാരണം പടവലിങ്ങ എന്ന് പറഞ്ഞാൽ നന്നായി പടരും. ഈ പുഴുന്ന് വന്ന് ഇങ്ങനെ കേട് വന്നില്ലെങ്കിൽ അതേ കണ്ട ഞാൻ പറഞ്ഞല്ലുള്ള പുഴുവിൻ്റെ കാര്യം. അതേ നോക്കിയേ കണ്ട ഇരിക്കണ ഇലമ കാണണ്ട. ദേ ഇരിക്കണത് പുഴ. ഇങ്ങനെയുള്ള പുഴുക്കളാണ് വരുന്നത്. നമ്മൾ നോക്കി നോക്കിയിരിക്കണം. അപ്പം നമ്മളിങ്ങനെ പൊട്ടിച്ച് കളയും. ദേ കണ്ടിട്ടില്ലെങ്കിൽ കേട്ടോ. അതേ കണ്ട ഞാൻ കുറേ പ്രാവശ്യം ഓരോ പുഴുവിനെയും കാട്ടിത്തന്നെ കാണില്ല എന്ന് വെച്ചിട്ടാണ് ക്യാമറയിൽ 1-2 വട്ടം ഇങ്ങനെ കാണിക്കണേ. കണ്ടിട്ടുണ്ടാവൂല്ലേ? ഇതൊക്കെ കൊന്നുകളയട്ടെ. ഇനി നമുക്ക് വേഗം വീട്ടിൽ പോവാട്ടാ. പുതിയ വെണ്ടത്തയ്യോളൊക്കെ ഇത് ഇവിടെ ഉണ്ടായി വരുന്നുണ്ടാ. അപ്പം ഇനി നമുക്ക് വീട്ടിൽ പോവാം. വെളിക്കുട്ടിയേ അയ്യോ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങൾ ഇതാ ഫാനിട്ടിട്ടാണ് ഇപ്പം ഇരിക്കണേ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വിശേഷങ്ങളായിട്ട് പറയാൻ പോണത്, അതായത് ഇന്നലത്തെ ഇവരുടെ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ നീങ്ങിന്ന് പറയാം. അല്ലെങ്കിൽ ഇവരെന്നെ കാണുമ്പോൾ കരച്ചിലായിരിക്കും. കേൾക്കില്ലേ പറയണതേ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളുടെ വിശേഷം എന്താണെങ്കിലേ, നമ്മുടെ കല്യാണിക്കുട്ടിയെ വന്ധീകരണം ചെയ്തപ്പോൾ നമുക്ക് വന്നിട്ടുണ്ടായിരുന്ന കമൻറ്റുകളിൽ ഏറ്റവും കൂടുതൽ വന്നൊരു കമൻ്റ് എന്ന് പറയുന്നത്, കല്യാണിക്കുട്ടിയെ മാത്രം വന്ധീകരണം ചെയ്താൽ പോരാ, നമ്മുടെ ബാക്കി ആ ചെക്കന്മാരും കൂടി ഇത് ചെയ്യണം കേട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റുകളായിരുന്നു. അപ്പോഴാണ് നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ചത്. അങ്ങനെ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ എല്ലാവരും ഇപ്പോൾ വന്ധീകരണം ചെയ്തിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അവർ. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്നലത്തെ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വിഷമിച്ചൊരു ദിവസം, അതായത് എൻ്റെയും ഷായേട്ടൻ്റെ ആയിട്ട് മക്കളുടെ ആയിട്ട് ഞങ്ങളൊക്കെ എന്താ പറയുക ജീവിതത്തിൽ ഇത്രയും വിഷമം ഞങ്ങൾക്ക് ഉണ്ടാവുമെന്ന് തോന്നിയൊരു ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ അതെങ്ങനെയാണെങ്കിൽ നമ്മളിവരെ വന്ധീകരണം ചെയ്യുന്നതിനെ കുറിച്ചിട്ട് അവിടെ ചെന്ന് ഡോക്ടറോട് സംസാരിച്ചു. ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് പോയത്. അവിടെ പോയി സംസാരിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞെങ്കിൽ കൂടി മാത്രമല്ല പെട്ടെന്ന് തന്നെ അവർ വരികയാണ് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അവരെ. അപ്പോൾ ഇത് രാവിലെ വിളിക്കുകയാണ്, നമ്മൾ പറഞ്ഞതിന് പിറ്റേ ദിവസം ഞങ്ങൾ വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ശരി ഇവരെ കൊണ്ടുപോകും 4 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ അവരെ കൊണ്ടുപോകുമ്പോഴില്ലേ ഞങ്ങൾക്ക് അറിയില്ല ആ സമയത്ത് എന്തുമാതിരി ഞങ്ങൾക്ക്
ഇത്രയും വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും വിഷമിച്ചൊരു ദിവസം ഉണ്ടായിരുന്നു എന്ന് വരെ തോന്നിപ്പോണ സമയമായിരുന്നു. കാരണം അറിയാണ്ട് കണ്ണീന്ന് വെള്ളം വരിക, കാരണം ഇവരെ കൊണ്ടുപോകല്ലേ. അത് കാരണം എനിക്കത് വീഡിയോ പിടിക്കാനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരു സാഹചര്യം അല്ലായിരുന്നു ഇവരെ കൊണ്ടുപോകണ ദിവസം. കാരണം 4 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ, നമ്മുടെ കൂടി ഇല്ലല്ലോ എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് വിഷമം തോന്നി. ഇവരെ പോയിട്ട് ഷായിട്ട് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് തന്നെ അവർ ചെയ്യുമെന്ന് പറഞ്ഞു. കാരണം എത്ര വേഗം ചെയ്ത് തരാമെന്നും പറഞ്ഞു അവർ. അപ്പോൾ ഷായിട്ട് എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ഇപ്പം അങ്ങോട്ട് പോയി. അപ്പോൾ എല്ലാവരുടെ സർജറിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഷായിട്ട് പോകുമ്പോൾ തന്നെ ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ മേടിച്ച് കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരെ കൊണ്ടുപോകണ അന്ന് തന്നെ നമ്മളിവിടെ ഉണ്ടായിരുന്ന ഫുഡ് അവർ കൊടുത്തു വിട്ടു. കൂടാണ്ട് പിന്നെ വേറെ മേടിച്ചിട്ട് ഷായിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ട് ഷായിട്ടിനെ ഇവരിങ്ങനെ കെടുക്കാട്ടാ. വലിയ മയക്കത്തിലാണ് അവർക്ക് എടുക്കണേ. ഷായിട്ട് റൊണാൾഡോ എന്ന് വിളിച്ചപ്പോഴില്ലേ എല്ലാവരും ഒപ്പണീറ്റു. എന്നിട്ട് അങ്ങടെ തുടങ്ങി കരച്ചില്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം അവർ 4 ദിവസം കഴിഞ്ഞിട്ടല്ലേ തരുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നും പറ്റില്ലല്ലോ. ഭയങ്കരമായിട്ട് വിഷമിച്ചിട്ടാണ് ഷായിട്ട് അവിടെ നിന്ന് പോകുന്നതും. നമുക്കും ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരില്ലാത്ത ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഞങ്ങൾ മനസ്സിലാക്കിയൊരു സമയമാണ് ഇവരില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിതം ഇല്ലേ അങ്ങനെയൊക്കെ തോന്നി തുടങ്ങി. ഞാൻ അത്രയും സങ്കടമൊന്നും പറയാനേ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവരെ കൊണ്ടുപോകുന്ന വീഡിയോ ഒന്നും നമുക്ക് പിടിക്കാനൊന്നും തോന്നാതെ തന്നെ ഇരുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ അവർ നേരത്തെ വിളിച്ചു ഞങ്ങളെ. അതായത് ഇങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളെ, അതായത് അവരെ കൂടെ കൊണ്ടുവന്ന് തരാം, കാരണം ഇവരവിടെ ഭയങ്കര ഭക്ഷണമൊന്നും കഴിക്കലില്ല, അങ്ങനെയൊക്കെ എടുക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഇവർക്ക് സർജറിയും കഴിഞ്ഞതല്ലേ, ഭക്ഷണമൊന്നും കഴിച്ചില്ലെങ്കിൽ വേറെ ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ, നിങ്ങൾ തന്നെ ഇവിടെ നോക്കിക്കോളാൻ പറഞ്ഞിട്ട്. ശരിക്കും അത് കേട്ടപ്പോഴേ ഞങ്ങൾക്ക് ശരിക്കും ശ്വാസം വീണത് അപ്പോഴാന്ന് പറയാം. അവർക്ക് കൊണ്ടുവരല്ലേ ഇത് കേട്ടപ്പോൾ. അപ്പോൾ അവരെ കൊണ്ടുവന്നിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ അത് നമ്മൾ വീഡിയോ പിടിച്ചിട്ടാ, അത് ഞാൻ കാട്ടിത്തരാം കേട്ടോ. ആ ഭാഗങ്ങളായിരിക്കും ഇനി കാണാം. പേടിക്കണ്ടോ? നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഇതേപോലെ കൂട്ടിൽ ഷീറ്റിട്ടായിട്ടാണ് നമ്മൾ കെടുത്തിട്ടുള്ളത്. ഇനി കോളർ വെച്ച് കൊടുക്കണം, കാരണം ഇവർ അങ്ങനെ ഇവിടേക്ക് നക്കണേ. അപ്പൊ അതില്ലാതിരിക്കാൻ അപ്പൊ അവര് രാവിലെ തന്നെ നേരത്തെ കൊണ്ടുവന്നു നോക്കും. ഇന്നലെ കൊണ്ടേ ചെയ്ത് ഒന്ന് കൊണ്ടുവന്നത് ഉഷാറുകൊണ്ടില്ലാണ്ട് നല്ല ആ ഷീറ്റ് കൊടുക്കും. അത് ശരി, ഷീറ്റ് പറ്റത് വേണോ പറഞ്ഞോളൂ മോനെ. അതെ മോനെ, എല്ലാവരും ഷീറ്റ് കടിച്ച് പൊളിക്കില്ല, വേഗമൊന്നും അറിയണില്ല. കാരണം നമുക്ക് കാലത്ത് സമാധാനമായിട്ട് ഇത്ര സന്തോഷമായിട്ട് ഇരിക്കുന്നുണ്ടല്ലോ. കല്യാണി വീട്ടിൽ ഇങ്ങനെയല്ലായിരുന്നു. ഞാൻ എപ്പോഴും ചെയ്തിരിക്കട്ടെ. നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളെ ഇപ്പൊ നമ്മള് കൂട്ടിലിട്ടൊക്കെ ആണല്ലോ. അപ്പോൾ അവർക്ക് ഇൻഫെക്ഷൻ വരാണ്ട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഭാഗത്തെ ഈ ടൈലും ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് കഴുകി പെയിൻറ്റ് ചെയ്യാന്ന് വെച്ചു. അപ്പോൾ പിന്നെ മണ്ണും പൊടിയൊന്നും അങ്ങനെ ആവരുതെന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ച് നാളത്തേക്ക്. അപ്പോൾ നമ്മൾ പെയിൻറ്റിങ് വരെ ഏൽപ്പിച്ച് നോക്കാട്ടോ. അങ്ങനെയുള്ള ഇതിവിടെ ടൈലൊക്കെ ക്ലീൻ ചെയ്യാനും ഒപ്പം തന്നെ അത് ഉണങ്ങി കഴിഞ്ഞാൽ ഒരു പിന്നാലെ തന്നെ പെയിൻറ്റ് ചെയ്തെന്ന് പൊക്കോളും. കുട്ടിപ്പട്ടാളങ്ങൾക്ക് ഇത് ഉഷാർ കുറവൊന്നുമില്ല കേട്ടോ. അവർ നല്ല എന്താ പറയുക, നല്ല ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അവർ. പക്ഷെ കൂട്ടി നമ്മൾ ഇറക്കണില്ല. ഇവിടെ വൃത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവരിങ്ങോട്ട് പുറത്തേക്ക് നമ്മൾ ഇറക്കണുള്ളൂ. പിന്നെ നമ്മൾ രാത്രിയിലൊന്ന് ഒരു വൈകിട്ടൊരു സമയം വരുമ്പോൾ ഒന്ന് പതുക്കൊന്ന് ഇറക്കും. കാരണം അവർക്ക് ബാക്കിയുള്ള അവരുടേതായ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്ന് ഇറക്കും. ഇപ്പം നോക്കിയിരിക്കണേ എല്ലാവരും കോളറിട്ടിട്ട് ഇരിക്കണേ കാണാൻ നല്ല രസമാണ്. പിന്നെ അവർ നല്ല ഉഷാറായിട്ട് ഇരിക്കണായിരുന്നേ, കുറച്ച് സമാധാനം നമുക്ക് കാണുമ്പോൾ. അപ്പോൾ എന്നിട്ടാണെങ്കിൽ ഈ ചട്ടികളൊക്കെ ഇനി മാറ്റി കൊടുക്കാനാണ് പറഞ്ഞു നോക്കണം അവർ. കാരണം ഒറ്റ ചട്ടി വേണ്ട, എല്ലാം അത് മാറ്റി നീക്കി വെച്ച് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എൻ്റെ ഇന്നത്തെ ഒരു മെയിൻ പണി എന്ന് പറയുന്നത് ഈ ചട്ടികളൊക്കെ മാറ്റി വെക്കുക എന്നുള്ളതാണ്. കാരണം എന്നാലും അവർക്ക് ഇവിടെ ഒന്ന് വൃത്തിയാക്കി ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്.
ഇതുമത്തെ കയറ്റണ്ട കേട്ടോ, ഇവിടെ ഉള്ളതാണ്. ഈ താഴെ ടൈലിൽ പിരിക്കുന്നവരെയാണ് ഒക്കെ നമുക്ക് കയറ്റി മാറ്റി കൊടുക്കേണ്ടത്. അപ്പോൾ റോസയിലേക്ക് ഞാൻ ഈ ഒരു തിണ്ടത്തേക്ക് നിങ്ങൾ കയറ്റി വയ്ക്കും. പിന്നെ കുറേ പേര് അപ്പുറത്തേക്ക് വയ്ക്കണം. അപ്പം ഞാൻ എൻ്റെ പണി തുടങ്ങട്ടെ. റോസയ്ക്കൊക്കെ അത്യാവശ്യം വെയിൽ വേണമല്ലോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തണ്ടത്തേക്ക് വെച്ചാൽ ശരിയാവില്ലേ. അതുകൊണ്ട് തന്നെ ഞാൻ ഈ തിണ്ടത്തേക്ക് വയ്ക്കാന്ന് വെച്ചാൽ ഈ പുല്ലില്ലേ. എന്താ കുട്ടിപ്പെട്ടാലോ? കരയുണ്ടായിട്ടോ. ഇവിടേക്ക് വൃത്തിയാക്കി കഴിയുമ്പോൾ എൻ്റെ മക്കളെ ഇറക്കാം. എന്തിനാ കരയണേ? അമ്മയുടെ കുട്ടികളെ എന്തിനാ കരയണേ? അമ്മയുടെ പണി കണ്ടിട്ടാ? നല്ല ഉഷാറായി ഇറങ്ങിവിടെ എൻ്റെ കുട്ടികൾക്ക്. എൻ്റെ കുട്ടികൾ കൂടി നടക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഇത്രയും വേഗം ഓരോ ഭാഗങ്ങൾ വൃത്തിയാക്കണേ. സങ്കടം പറയണ്ടോ, സങ്കടം പറയാണ്ട് കൂട്ടിലിരുന്നോളോട്ടാ. കൂട്ടിലിരുന്നിട്ടുള്ള ശീലമില്ലല്ലോ എൻ്റെ കുട്ടികൾക്ക്. സങ്കടം പറയല്ലേ. നമുക്ക് കുറച്ച് എന്താ പറയുക പച്ചച്ചീര തൈകളൊക്കെ മുളച്ചിട്ടുണ്ട് നമ്മുടെ പറമ്പിൽ. കാരണം മഴയൊക്കെ വീണ് തുടങ്ങിയപ്പോൾ അപ്പോൾ ആ തൈകളൊക്കെ ഒന്ന് നടണം. അപ്പോൾ വൈകിട്ട് ഒരു 5 മണി ആ നേരത്തേക്ക് ആയിട്ട് 5:30 മുന്നേറ്റ് 5 മണിക്ക് ഒക്കെ ആ സമയമല്ലേ വെയിൽ നന്നായിട്ട് ആറുന്ന ടൈം. ആ ടൈമിലാണ് നമുക്ക് ഇങ്ങനെയുള്ള തൈകളൊക്കെ നടാനായിട്ട് ഏറ്റവും നല്ലത്. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാൽ ഓരോ ഭാഗത്തു നിന്ന് ഓരോ ഇങ്ങനെ വെച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. മുളക്, പയർ, അതേപോലെ നമ്മുടെ വെള്ളരി അതിനൊക്കെ ഓരോന്ന് നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ നട്ടത് പച്ചച്ചീര തൈകൾ. പക്ഷേ ഇന്നലെ നട്ടതാണ് കേട്ടോ നമ്മുടെ ചുവപ്പ് ചീര തൈ. കാണുമെന്ന് അറിയില്ല. അതാ ചുവപ്പ് ചീര തൈകൾ ഇന്നലെ ഇതേപോലെ വൈകിട്ട് ഒന്ന് നട്ടു കൊടുത്തിട്ടുള്ളതാ. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ ഇപ്പോൾ തന്നെ മുളയ്ക്കുന്ന തൈകളാണ് നമ്മൾ പറിച്ച് നടന്നത്. കുട്ടിപ്പട്ടാളങ്ങളുടെ സങ്കടമാണ് ഈ കേൾക്കണത്. നമ്മൾ ഈ പറമ്പിലേക്ക് വരുന്നപ്പോൾ അവർക്ക് വരാൻ പറ്റാണ്ട്. പക്ഷെ അവർ ആ സങ്കടം കണ്ടിട്ട് നമ്മൾ കൊണ്ടുവന്നാലേ അവർക്കത് ബുദ്ധിമുട്ടാവും പിന്നെ. അപ്പോൾ നോക്കിയേ കണ്ട, ഇതൊക്കെ കണ്ട തൈകൾ മുളയ്ക്കുന്നത്. ഇതേപോലെ കുറേ തൈകൾ നിറച്ച് മുളയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ തൈകൾ പറിച്ച് വെക്കട്ടെ ഞാൻ. മണ്ണടക്കം പറിച്ച് വെക്കും നമ്മൾ. അപ്പോൾ അതേ വളർച്ച കിട്ടേ. കണ്ട ഇതേപോലെ. അപ്പം ഇങ്ങനെ തന്നെ നമ്മളിൽ കൊണ്ടേക്കല്ലേ. അപ്പോൾ ഒരു വാട്ടം ഉണ്ടാവില്ല. പക്ഷെ ആയിട്ട് എനിക്കിങ്ങനെ തടക്ക് റെഡിയാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പറിച്ച് തട്ടാൽ മതി.
ഞാനേ ഒരു ചട്ടി പോയി എടുത്തതാണ്. കാരണം അല്ലെങ്കിൽ ഓരോന്നും കടപ്പറക്കി അപ്പം കൊണ്ടൊക്കെയാണ് നിൽക്കേണ്ടത്. നമ്മൾ ചട്ടിയിൽ കുറച്ച് പറിച്ച് വെച്ചിട്ട് നമുക്ക് ഒരുമിച്ച് വയ്ക്കാമല്ലോ. ഇതേ കൈക്കോട്ട് കൊണ്ട് വേണ്ടതായിരുന്നു ഓരോ കളകളക്കിനെ വിൽക്കുന്നോട് കൂടിയിട്ട്. അപ്പം നമ്മുടെ ചീരത്തൈ നടൽ കഴിഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ പോലെ ചീര നടുമ്പോൾ എപ്പോഴും ഉച്ച തിരിഞ്ഞ് നട്ടാൽ മതി കേട്ടാ. അപ്പോൾ വാട്ടൊന്നും കിട്ടില്ല, അല്ല വാട്ടൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാനിതാ വീട്ടിലേക്ക് കയറുക. ഇനി നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊന്നും അയച്ചു തരട്ടാ. കൂട്ടിലവർക്ക് ഇങ്ങനെ കിടന്നിട്ടുള്ള ശീലമില്ലല്ലോ. ഭയങ്കര സങ്കടം പറയലാണ് പണി. അപ്പം ഇന്നിപ്പോൾ നമ്മളിവിടെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ടൈലൊക്കെ ഉണങ്ങിയൊക്കെ എടുക്കണേ. അപ്പോൾ ഒന്ന് വിടട്ടെ അവർ എത്ര നേരം എന്ന് വെച്ചിട്ടാ. പിന്നെ അത് മാത്രമല്ല ഏട്ടാ, നമുക്ക് കുട്ടിപ്പട്ടാളങ്ങളെ കാണുമ്പോൾ സമാധാനം തോന്നുന്നുണ്ട്. ഇപ്പോൾ കല്യാണി കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിഷമമാണ് അവളെ കണ്ടു കഴിഞ്ഞാൽ. ഇപ്പോഴും അവളെ മുകളിൽ നിന്ന് ഇറക്കിയിട്ടില്ല, അവളെ മുകളിൽ തന്നെയാണ്. ഇവർ പക്ഷെ നല്ല ആക്റ്റീവായിട്ട് തുള്ളിച്ചാടി നിൽക്കണതാണ് സമാധാനം. പോവാട്ടാ, കുറച്ച് നേരം ഇറക്കാട്ടാ നമ്മുടെ കുട്ടികളെ. അച്ചടാ അച്ചടാ വയ്യ, പതുക്കെ ഇറങ്ങ്, എല്ലാവർക്കും ഇറങ്ങാലോ. എല്ലാവരും കോളർ വെച്ച് നടക്കണ നല്ല ഭംഗിയില്ലേ. എങ്ങടെ ഓടണം, എങ്ങനെ ഓടുണ്ടല്ലോ എല്ലായിടത്തേക്കും. അയ്യോ എന്തൊരു സന്തോഷം എൻ്റെ മക്കൾക്ക് പൊന്നി. നമ്മുടെ കുട്ടികൾക്ക് ഇങ്ങോട്ട് സന്തോഷം കൊണ്ട് കളിക്കുമ്പോൾ സമാധാനമായിട്ട് കളിക്കും. ചെടി വെളിയിലേക്ക് പോരിക്കോട്ടാ. ചട്ടികളൊക്കെ അതിൻ്റെ കയറ്റി വെച്ചിരിക്കുകയാണേ. നമ്മുടെ കുട്ടികൾ ചെടികളൊന്നും നശിപ്പിക്കരിക്കോ. കളിച്ചോ പോയി കളിച്ചോ. ശരി ചെല്ല്. ചെല്ല് എന്നെ മുമ്പ് കളിച്ചോ. കളിച്ചോ. അമ്മ ഇരുന്ന് കാണാം. കളിച്ചട കുഞ്ഞോ. ചെല്ല്. കോളർ കുട്ടന്മാരെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, കോളർ വെച്ച് നടക്കുമ്പോ. പാപ്പ തിന്നണോ? നീ പാപ്പ എടുക്കണോ? കളിച്ച് മതിയ്യ. മെസ്സി കൂട്ടിന് കടിക്കണ്ടോ? ഞാൻ ആക്കി തരാം. കോളർ മേലെ കടി കൊള്ളണേ. അച്ചടാ കിടക്കണ്ട. എണിക്കണി. ഓരോരുത്തർ കഴിക്ക്. ഇതിന് കഴിച്ചോ കേട്ടോ. അവർക്ക് മരുന്നുണ്ട്. അപ്പം നമ്മൾ എന്താ ചെയ്യുക, കോഴിമുട്ടയിൽ ചാലിച്ച് കൊടുക്കുക. ഒരാൾക്ക് എന്തോ പറ്റിയിട്ടില്ല കേട്ടാ. എന്നിട്ട് കഴിച്ചിട്ട് കളിക്കുക കേട്ടാ. ഇത് കഴിച്ചിട്ട് ഇതാ വേറെ ആൾ പോയി നോക്കണേ. ഇത് മോളുടെ കഴിക്ക്. ബോൾട്ട് മോൻ കഴിക്കുക. ഇതല്ലേ
അത് ചിലവർക്ക് ടേസ്റ്റ് കുറവ് മനസ്സിലായിട്ടുണ്ട്. കുറച്ചൊക്കെ വെച്ച് പോയിരിക്കുക പാത്രത്തിൽ കളിക്കാനായിട്ട്. വാ കയറാം നമുക്ക്. വാ വയ്യ വയ്യ എല്ലാവരും വാ. അപ്പം അതൊക്കെ കിടക്കട്ടെ. വാ എന്നാ എന്താ എന്താ കുറച്ചായിട്ട് പാമ്പ് തരാൻ വരാം. അമ്മയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടേ ഞാൻ കുറച്ച് പച്ചക്കറികൾ പൊട്ടിച്ചു പോയിട്ട്. പിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് നേരെ വൈകിട്ട് ഫോൺ എടുത്തിട്ട് അമ്മേനെ കൊണ്ടാക്കാൻ. കാരണം മോൻ വന്നിട്ടാണ് കൊണ്ടാക്കണത്. കാരണം അവൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു 5:30 അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത്. അപ്പോൾ മോൻ വരുമ്പോൾ പിന്നെ അവിടെ ഉണ്ണികൾക്ക് KFC കൂടി മേടിച്ചു കൊടുക്കുന്നു അവിടെ മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതുകൊണ്ടുണ്ടെങ്കിൽ ഷായേട്ടൻ ഇടയ്ക്ക് ഇറങ്ങണില്ല. ഷായേട്ടൻ വീട്ടിൽ നിൽക്കുക. കാരണം കുട്ടിപ്പട്ടാളങ്ങളുടെ അടുത്ത് ആരും ഇല്ലാണ്ട് പോകാൻ പറ്റില്ല നമുക്ക്. അമ്മ യാത്രയാ പോവാ. അപ്പം ഇനി ഇതാ അമ്മേനെ കൊണ്ടാക്കാൻ പോകട്ടാ. ശരിക്കും പറഞ്ഞാലേ കുറച്ച് ദിവസം കൂടി ഉണ്ടായിട്ട് എന്നിട്ട് തോന്നണം അമ്മ പാവം അമ്മ. ഞാൻ അമ്മയ്ക്ക് കുഴപ്പമുണ്ടാവില്ല. അമ്മയ്ക്ക് അവിടെ ചെന്നാൽ ചേട്ടന്മാരും ഉണ്ണികളൊക്കെ ഉള്ള കാരണം അമ്മ പെട്ടെന്ന് അവിടെ ആവും. ഞാനാണ് പിന്നെ അകത്തേക്ക് കയറി വരുമ്പോൾ അയ്യോ അമ്മ ഇല്ലല്ലോ ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് കുറച്ച് ദിവസം ഉണ്ടാവും. അതല്ല അമ്മ ഇടയ്ക്ക് എൻ്റെ അടുത്തേക്ക് വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടുന്ന് പോട്ടാ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ വിളിക്കുമ്പോൾ എന്തിനപ്പം ഞാൻ അങ്ങോട്ട് വരണ്ടേ ഇങ്ങോട്ട് ഇരിക്കുമോ. അതാണ്. അപ്പം ഇനിയിപ്പോൾ അമ്മ പോവാട്ടാ. പോലെ അമ്മേ വിഷമില്ലേ അമ്മയ്ക്ക്? അമ്മയ്ക്ക് വിഷമമുണ്ട്, എനിക്ക് വിഷമമുണ്ട്. പോവാം നമുക്ക്. അപ്പം ഞങ്ങൾ അമ്മേനെ കൊണ്ടാക്കട്ടെ. അപ്പം അമ്മേനെ ഞാനിതാ വീട്ടിൽ കൊണ്ടാക്കി ഞാൻ ഇറങ്ങണം കേട്ടാ. കുറച്ച് നേരമൊക്കെ ഇരുന്നോട്ട് അവിടെ അമ്മ ഉണ്ണികളുടെ അടുത്തേക്ക് തക്കുടു അച്ഛമ്മേനെ ഇവിടെ ആക്കിയിട്ടുണ്ട്. അമ്മു എനിക്ക് തന്നോളോട്ടെ അച്ഛമ്മേനെ ഇടയ്ക്ക് കൊണ്ടുപോകാൻ. അച്ഛമ്മയുടെ പെറ്റുകളാണ് അവര്. പോട്ടെ അമ്മ പോട്ടെ. അമ്മൂട്ടിയെ എൻ്റെ കുട്ടികൾ ഹിമ പോട്ടെ. കുറച്ച് ദിവസം ഉണ്ടായിട്ട് ഇന്ന് വരുമ്പോഴേ എന്തോ ഒരു വിഷമം എവിടെയൊക്കെ ഉണ്ട് അറിയണില്ല എനിക്ക്. പോട്ടെ തക്കുടാ അമ്മൂട്ടി ടാ. അമ്മ ഹിമ പോട്ടെ. അപ്പോൾ അമ്മേനെ കൊണ്ടാക്കി ഞാൻ അതാ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്നിട്ട് വീണ്ടും പഴയ പോലെ തന്നെ ഞാൻ എൻ്റെ ഓരോ ദിവസങ്ങൾ ഇനി അതേപോലെ പഴയ പോലെ തന്നെ പോവും. അപ്പോൾ ഇന്ന് അത്രയ്ക്കൊക്കെ ഉള്ളോട്ടോ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ടാണ്. ഞാനേ അമ്മേനെ കൊണ്ടാക്കിയിട്ട് വീട്ടിൽ വന്നതിന് ശേഷം ബാക്കിലേക്ക് വന്നപ്പോൾ നോക്കിയാൽ ഇവിടെ നമ്മൾ കുറച്ച് ഉരുളൻകല്ലുകളൊക്കെ ഇങ്ങനെ കഴുകി എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ പെയിൻറ്റിങ്ങിൻ്റെ ആൾക്കാർ വന്നപ്പോൾ നീക്കി കൊടുത്ത കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ ഉരുളൻകല്ലുകളൊക്കെ കഴുകിയത് പുറത്തേക്ക് കിടക്കുകയായിരുന്നു. അപ്പോൾ ആ ഷായേട്ടൻ അതൊക്കെ അതിൻ്റെ കല്ലിലേക്ക് ഇങ്ങനെ കൈക്കോട്ടുകൊണ്ട് നീക്കിയിടാട്ടാ. ഷായേട്ടൻ ഞാൻ പോയ പിന്നെ അപ്പം നിൽക്കണ്ടാവുമല്ലോ ഷായേട്ടൻ. അങ്ങനെ നല്ലൊരു പണിയിലായിരുന്നു ഷായേട്ടൻ. കുട്ടിപ്പട്ടാളങ്ങളുടെ കൂട് നമ്മളിങ്ങനെ തുണി കൊണ്ട് മറയ്ക്കും. അപ്പോൾ പിന്നെ അവരങ്ങനെയൊക്കെ ഇടുന്നുറങ്ങിയോളേ.